പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, സ്വർഗീയ പിതാവേ, സർവത്തിൻ്റെ ഉറവിടമേ, അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. അഗ്നിയായി വന്ന് നിറയണമേ. തീജ്വാലയായി കത്തിപ്പടരണമേ. ആത്മനദിയായി ഞങ്ങളിൽ വന്ന് നിറയണമേ. ഈശോനാഥ, അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു. പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഈശോപ്പ, പാപികളായ ഞങ്ങളെ അവിടുത്തെ പാദതാരയിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും മേൽ കരുണയായിരിക്കണമേ. പ്രഭാതം മുതൽ ഈ 3 മണി സമയം വരെ ഞങ്ങളെ പരിപാലിച്ച് രക്ഷക, അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ നന്മകൾക്കായും സ്തുതിക്കുന്നപ്പ. വീണ്ടും അവിടുത്തെ കൃപയാലും കരുണയാലും ഞങ്ങളെ നടത്തണമേ. ഇന്ന് ഈ കരുണയുടെ സമയം ലോക ജനതയെ സമർപ്പിക്കുന്നു. ലോകത്തിൻ്റെ പല ഭാഗത്തായിരിക്കുന്ന അവിടുത്തെ മക്കളെ തരുന്നു. കർത്താവെ, അവരെ എല്ലാവരെയും അവിടുത്തെ കൃപയാൽ വഴി നടത്തണമേ. അവരുടെ എല്ലാ കാര്യങ്ങളിലും ഈശോയുടെ കരുണ കൂടെ ആയിരിക്കണമേ. അവർക്ക് ഈശോ തന്നെ മാർഗദർശിയായിരിക്കണമേ. അവർക്കൊക്കെയും കൊടുത്തിരിക്കുന്ന ജോലികളെ അനുഗ്രഹിക്കണമേ. കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. അവരുടെ കുഞ്ഞുങ്ങളെ ദൈവകൃപയിൽ പൊതിയണമേ. രോഗങ്ങളിൽ വിടുതൽ കൊടുത്തരളണമേ. സന്തോഷവും സമാധാനവും കൊണ്ട് അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവിടുത്തെ അറിയാത്തവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അങ്ങേ അറിയാത്ത ഓരോ കുടുംബവും ദൈവത്തെ കണ്ടെത്തി അങ്ങയോട് ചേർന്ന് ജീവിക്കുവാനുള്ള കൃപകൾ നൽകി അനുഗ്രഹിക്കണമേ. ദൈവവചനം കേൾക്കാൻ കഴിയാതിരിക്കുന്ന രാജ്യങ്ങളെ സമർപ്പിക്കുന്നു. ദൈവദാസന്മാരെ ആ രാജ്യങ്ങളിൽ കടന്നു ചെന്ന് ദൈവവചനം പ്രഘോഷിപ്പാൻ ഇട നൽകണമേ. ഇന്ന് പ്രാർത്ഥിച്ച് എടുത്ത തിരുവചനം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു. ഇതിൽ പറയുന്നുണ്ട്, എനിക്ക് 31 മുതൽ 38 വരെയുള്ള വാക്കുകളാണ് കൂടുതൽ ശ്രദ്ധിക്കാനിടയായത്. ആ വാക്കുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, എൻ്റെ ഈശോ എനിക്ക് തന്ന ആ കൃപയാൽ ഞാൻ മനസ്സിലാക്കിയത്, നാം ഓരോരുത്തരെ എപ്പോഴും ജാഗരൂകരായിരിക്കുകയും ഉണർന്നിരിക്കുകയും എപ്പോഴും പ്രാർത്ഥനയും നാം ഈശോയുടെ രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥനയിൽ അലസത തോന്നാതെ പോരാടുകയും പ്രാർത്ഥിക്കാൻ ഒരു സമയം കണ്ടെത്തുകയും ചെയ്യണം. അതിനായി ഈ കരുണയുടെ സമയം ഇവിടെ പ്രാർത്ഥിച്ച ഓരോ കാര്യങ്ങളെ ഈശോയുടെ മുന്നിൽ കരുണയ്ക്കായി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോനാഥ, ഞാൻ ഈ കരുണയുടെ സമയം ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ ആവശ്യങ്ങളെ എൻ്റെ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈശോപ്പ, ഓരോ ആവശ്യങ്ങളിൽ ഈശോ കടന്നു ചെന്ന് അനുഗ്രഹിക്കണമേ അപ്പ. ഞങ്ങളെല്ലാവരും അവിടത്തോട് കൂടുതൽ ചേരുവാൻ ഈശോ ഞങ്ങളെ കരുണ തന്ന് നിറയ്ക്കണമേ അപ്പ. കർത്താവായ യേശുവേ, പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം.